നമസ്കാരം. സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. മാതാപിതാക്കൾ തമ്മിൽ നല്ല ബന്ധം നിലനിൽക്കുന്നില്ലെങ്കിലും പ്രായപൂർത്തിയായ അവിവാഹിതയായ മകൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള ചെലവ് പിതാവിൽ നിന്ന് ആവശ്യപ്പെടാൻ നിയമപരമായ അവകാശമുണ്ടെന്ന് കർണാടക ഹൈക്കോടതി. ഗാർഹിക പീഡന നിരോധന നിയമത്തിലെ സെക്ഷൻ 20D പ്രകാരമാണ് ഇത്തരമൊരു അവകാശം നിലനിൽക്കുന്നതെന്ന് കോടതി നിരീക്ഷിച്ചു. മെഡിക്കൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സിന്റെ വാർഷിക ഫീസായി 16 ലക്ഷം രൂപ നൽകണമെന്ന് വിചാരണ കോടതി ഉത്തരവ് ചോദ്യം ചെയ്ത് മംഗളൂരു സ്വദേശിയായ 53-കാരൻ നൽകിയ റിവിഷൻ ഹർജി തള്ളിക്കൊണ്ടാണ് ജസ്റ്റിസ് HP സന്ദേശ് വിധി പ്രസ്താവിച്ചത്. കുട്ടി പ്രായപൂർത്തിയായെന്ന കാരണത്താൽ മാത്രം വിദ്യാഭ്യാസം, ആരോഗ്യ പരിപാലനം, മറ്റ് അടിസ്ഥാന ആവശ്യങ്ങൾ എന്നിവ ഉറപ്പാക്കേണ്ട മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം അവസാനിക്കില്ല എന്നും കോടതി വ്യക്തമാക്കി. മക്കളുടെ വിദ്യാഭ്യാസത്തിന് ആവശ്യമായ പിന്തുണ നൽകുന്നത് മാതാപിതാക്കളുടെ നിയമപരവും ധാർമ്മികവുമായ ബാധ്യതയാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഇൻകം ടാക്സ് റിട്ടേണുകളും ബാങ്ക് രേഖകളും പരിശോധിച്ചപ്പോൾ പിതാവിന് ആവശ്യമായ സാമ്പത്തിക ശേഷിയുണ്ടെന്ന് കോടതി കണ്ടെത്തി. കോടികളുടെ സ്വത്തുക്കളും സാമ്പത്തിക ഇടപാടുകളും ഇയാൾക്കുണ്ടെന്ന വിധിയിൽ പരാമർശിക്കുന്നു. ഓൾ ഇന്ത്യ തലത്തിൽ 11,722 റാങ്ക് നേടിയാണ് മകൾക്ക് മെഡിക്കൽ PG പ്രവേശനം ലഭിച്ചതെന്നും മാനേജ്മെന്റ് കോട്ടയിലെ ഫീസിനെ അപേക്ഷിച്ച് വളരെ കുറഞ്ഞ ചെലവിലാണ് പ്രവേശനം നേടിയതെന്നും കോടതി വിലയിരുത്തി. മകൾ പ്രായപൂർത്തിയായതിനാൽ വിദ്യാഭ്യാസ ചെലവ് നൽകേണ്ട ബാധ്യതയില്ല എന്ന പിതാവിന്റെ വാദം കോടതി തള്ളി. അത്തരമൊരു വാദം അംഗീകരിക്കാനാകുന്നത് ഗാർഹിക പീഡന നിരോധന നിയമത്തിന്റെ ലക്ഷ്യത്തെ തന്നെ ദുർബലപ്പെടുത്തുമെന്നും കോടതി നിരീക്ഷിച്ചു. മാതാപിതാക്കൾ തമ്മിൽ അഭിപ്രായ ഭിന്നതകളോ നിയമതർക്കങ്ങളോ നിലനിൽക്കുന്നുണ്ടെങ്കിലും സ്വന്തം സാമ്പത്തിക ശേഷിക്കനുസരിച്ച് മകളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് ആവശ്യമായ ചെലവ് വഹിക്കേണ്ട ബാധ്യത മാതാപിതാക്കൾക്കുണ്ടെന്ന് സുപ്രീം കോടതിയുടെ മുൻ വിധിയും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി.